പലവട്ടം ചിക്കൻ കറി ഉണ്ടാക്കി പാളിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അന്യായ ഐറ്റം പറഞ്ഞാൽ അന്യായ ഐറ്റം, എന്തൊരു ടേസ്റ്റ് ആണെന്നറിയോ. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പമായിട്ട് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അരവ് തയ്യാറാക്കണം കേട്ടോ. അതിനായിട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ചധികം മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മുളക് പൊടി ഏകദേശം ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി ഒരു 2 ടീസ്പൂണകത്ത് കാശ്മീരി ചില്ലി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, പിന്നെ ഗരം മസാലയുടെ പൊടി കേട്ടോ, അതും കൂടി ഇട്ട് കൊടുക്കാം. അത് വെള്ളം ചേർത്ത് നല്ലപോലെ അടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മളെ ചിക്കനിലോട്ട് കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമ്മളെ ചേർത്ത മസാല ഇല്ലേ, നേരത്തെ അടിച്ചെടുത്ത മസാല, അത് അതിലോട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഏകദേശം ഇതേപോലെ ഉണ്ട്. ഓവർ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കരുത് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഈ ഒരു തിക്നെസ്സിലാണ് അടിച്ചെടുത്തത്. എന്നിട്ട് നമ്മളെ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് അടുത്തായിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഏകദേശം ഇതേപോലെ നല്ലപോലെ ചിക്കനായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 20 മിനിറ്റ് വയ്ക്കാം. എത്ര അധികം സമയം നമ്മൾ വയ്ക്കണോ അത്ര നല്ലതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ചട്ടി വയ്ക്കാം. ആ ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ്. ആ സമയം കൊണ്ട് നമുക്ക് വെളിച്ചെണ്ണയിലോട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിൻ്റെ ഒരു കളറൊക്കെ മാറി. ഇപ്പോൾ നമ്മൾ ഈ ഉപ്പിട്ട് കൊടുക്കുന്ന ഉപ്പിൻ്റെ അളവ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണേ. നമ്മളൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയാണ് കുറച്ച് ഉപ്പിട്ട് കൊടുത്തത്. ഇപ്പോൾ ഏകദേശം ഉള്ളിയെല്ലാം ഇതേപോലെ ആയിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 4 തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില അത് ഇളക്കിയെടുക്കാം കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ വഴണ്ടി വന്നപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ പനച്ച് വെച്ച ചിക്കനും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ 2 കോഴിയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കണക്കും അതേപോലെ ആയിരിക്കും. ഈ ചിക്കനെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മസാലയും ചിക്കനും കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്കൊന്ന് അടച്ച് വെച്ച് ഉപയോഗിക്കണം കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം കമ്മിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അടിച്ചെടുത്ത മസാല ഉണ്ടായിരുന്നില്ലേ, അതിൻ്റെ വെള്ളം തന്നെയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. വെള്ളം നിങ്ങൾ ആവശ്യം പോലെ ഒഴിക്കുക. നമ്മൾ വല്ലാണ്ട് വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇത് വെന്ത് വരുമ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റും കൂടി സ്ലോ കുക്ക് ചെയ്യുക കേട്ടോ. ശ്രദ്ധിക്കണം, നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ചിക്കൻ നല്ലപോലെ സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ കോഴിക്കറി നല്ലപോലെ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ പറഞ്ഞാൽ ദോശ, പിന്നെ ചപ്പാത്തി, പൊറോട്ടയൊക്കെ ആണെങ്കിൽ അന്യായ കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യുക, പിന്നെ നമ്മളൊന്ന് ഫോളോ ചെയ്യുക കേട്ടോ.